നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ കൊന്നാലും അവളുടെ കഴുത്തിൽ നീ താലി അഴിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അതാരും പ്രതീക്ഷിക്കാൻ വേണ്ട. നോക്കി നിൽക്കാതെ പിടിച്ചു മാറ്റടി അവളെ. നിങ്ങൾ പറഞ്ഞില്ലേ അച്ഛന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ചേച്ചി ത്യാഗം ചെയ്ത കഥ. ഇന്ന് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അതിലും വലിയ കെണിയിൽ ഇപ്പൊ എല്ലാരും അകപ്പെട്ടെന്നെ. അങ്ങനെ നോക്കുമ്പോ ഞാനും ഈ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ പോയത്. കണിമംഗലത്തുകാരുടെ കാല് പിടിക്കാൻ അമ്മ പോണ്ട. നടന്നതൊക്കെ വരുണിനോടും കുടുംബക്കാരോടും ഞാൻ അറിയിച്ചോളാം. എന്നിട്ട് വരുണിന്റെ കൈയും പിടിച്ച് പ്രിയങ്ക അവരോടൊപ്പം പോവും. കാണണം അമ്മയ്ക്ക്. എന്താടി അനുജത്തെ കെട്ടാൻ വന്നവനെ പ്രേമിച്ചു തുടങ്ങിയോ നീ? ആയിരിക്കും. നിന്നെ സംബന്ധിച്ച് അതൊരു കിട്ടാക്കനിയല്ലേ. അത് കൈക്കലാക്കാൻ നീ എന്തും ചെയ്യും. നീ നന്ദിയുള്ളവളാണെങ്കിൽ, നിന്നെ വളർത്തിയ ഈ കുടുംബത്തോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പ്രിയങ്കമോള് പറയുന്നത് അനുസരിക്കല്ലേടി വേണ്ടത്. ആൾമാറാട്ടം നടത്തി ആളുകളെ മുഴുവൻ പറ്റിച്ചതിന് നിനക്ക് ശിക്ഷയില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? നീയോ നിന്റെ അമ്മയോ കണിമംഗലത്തുകാരോടൊരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ, ആ നിമിഷം നിന്റെയൊക്കെ മുന്നിൽ കിടന്ന് ഞാൻ ചാവും. അതിനുള്ള മരുന്ന് ഞാൻ കൈ കരുതിയിട്ടുണ്ട്. എന്റെ മരണം കണ്ടു നിൽക്കാൻ നിന്റെ അച്ഛനാവൂന്ന് നീ കരുതുന്നുണ്ടോ? നീ കൊല്ല്. ഒരാളെയല്ല, ഈ കുടുംബത്തിലെ മുഴുവൻ പേരെയും. ആന്റി, ഈ പ്രശ്നം ഇപ്പോ രാധികയ്ക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പ്രിയങ്കയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ വേണമെങ്കിലും തയ്യാറാവുന്നല്ലേ പറഞ്ഞത്. ഒരു വേഷം കെട്ട് കളിയുടെ പേരിൽ അതങ്ങ് മറന്നു കളയും. എന്നിട്ട് പ്രിയങ്ക അണിഞ്ഞൊരുങ്ങട്ടെ. വേണ്ട. ഇനി ആരും ഒന്നും പറയണ്ട. ദേവനാരായണന്റെ കുടുംബം ഇനി ഉണ്ടാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.